രാത്രി 10:30 എടുത്താണ് പുതിയ സീസൺ റിയാക്ട് ചെയ്യാൻ പോണ ചാറ്റേ. ഓക്കെ, പുതിയ സീസൺ ചാറ്റ് എന്തൊക്കെ ട്രാൻസ്ഫർമേഷനാ അല്ല ആ കുണ്ണ വായി സത്യം പറഞ്ഞാൽ തിരിയൂല. ട്രാൻസ്ഫർമേഴ്സ് ഉണ്ടല്ല അവന്മാരെ ഇത് വന്ന എല്ലാത്തിലും ട്രാൻസ്ഫർമേഴ്സ് ആടാ. ഞാൻ തുറന്നു നോക്കിയില്ല ചാറ്റേ. തുറന്ന് നോക്കി എന്ന് വെച്ചാൽ ട്രാൻസ്ഫർമേഴ്സിൻ്റെ ആണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാൻ മറ്റേ പാക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്തായിരുന്നു. പക്ഷേ ട്രാൻസ്ഫർമേഷൻ്റെ ഞാൻ അപ്പം ശ്രദ്ധിച്ചില്ലടാ, മനസ്സിലായില്ല. അപ്പോഴും ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇപ്പം ട്രാൻസ്ഫർമേഷൻ അവന്മാരാ വന്നടാ. ട്രാൻസ്ഫർമേഷൻ്റെ അവന്മാർ വന്ന് എടാ ട്രാൻസ്ഫർമേഴ്സ് അവന്മാരിത് വന്നടാ. ഓ ചാറ്റ് പെട്ടിയെ പറയാം. ഇതെന്ത് കുണ്ണങ്ങായിട്ട് മാറിക്കടാ കുണ്ണങ്ങാട്ട്. എൻ്റെ മുമ്പ് എന്ന് പറഞ്ഞു ഇതെന്തൊരു സാധനം. ഇന്നലെ ഞാൻ പെട്ടെന്ന് ഗെയിം എടുത്ത് എല്ലാം താഴെ ഡൗൺലോഡ് ചെയ്യാൻ ഇതൊന്നും നോക്കാൻ നിന്നില്ല. പുതിയ ഗൺ സ്കിന്നാണ്. എന്തൊരു ലോൺ പൾസ് മിത്തറ്റിക് ഡ്രോപ്പ് ലൈവിനാവും. റെഡ് ഫോക്സ് ലൈവിനാവും. പിന്നെ അവൻ്റെ ഒന്ന് നിൽക്കേ കയറി വേണം അവിടെ വന്നിട്ട് ഇടയിനകത്ത് എന്ന് പറഞ്ഞോണ്ട് എന്തോ ട്രെയിന ഒരു ഇതുമില്ല. എന്താണ് ഇതൊക്കെ എന്നെ സമ്മതിക്കൂല എന്നെ. എടാ മനസ്സിൽ പോലെ ഓ പോയാ അത് മതി. ഇതെന്തിരി എടാ എല്ലാരും ലൈവാടേ. ഇതെന്താന്ന് എല്ലാരും ലൈവ് വന്ന് കണ്ട ലോബി വന്ന് എടാ ബഗിരി ആകാശം കണ്ട ബഗിരി ഭൂമി ഡേയ് സാധനം കൊള്ളാം കേട്ടോ. ട്രാൻസ്ഫർമേഴ്സ് ഡേ ഏത് കുണ്ണ എനിക്ക് ഇൻവിറ്റേഷൻ അവനൊക്കെ ആരെയും ഫ്രണ്ടാക്കി എന്ന് വെച്ചാൽ അവനെ എടുത്ത് കളയണം. ഫസ്റ്റ് അവനെ എടുത്ത് കളയണം ചാറ്റ്. ഇത് മനസ്സാവാൻ തരില്ല. ഗെയിം ഒരു മാസം ശേഷം കയറിയാൽ പോലും അപ്പോഴും ഇൻവിറ്റേഷൻ ഇട്ടോളും. ഓക്കെ എടാ കണ്ടാടാ ചാറ്റ് ട്രാൻസ്ഫർമേഴ്സറാ. ഓ കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം, വെടുപ്പായിട്ടുണ്ട്. എന്ത് CD കിട്ടിയല്ലേ. റെഡ് ഫോക്സ് ഒഫീഷ്യൽ അക്കൗണ്ട് റെഡ് ഫോക്സിൻ്റെ ഒഫീഷ്യൽ കോഡ് ഓഫ് അക്കൗണ്ടാ 172. ഈ ഗെയിം ഞാൻ തമ്മിലുള്ള ബന്ധമെന്ന് വെച്ചാൽ ഈ ഗെയിം ഞാൻ 2 മാസത്തിൽ കൂടുതൽ ഇടയ്ക്കെടുത്ത് കളയും, ഇടയ്ക്കെടുത്ത് കളിക്കും, അങ്ങനെയൊക്കെയാണ്. മീൻസ് കണ്ടിന്യൂസ്ലി ഞാൻ ഈ ഗെയിം ഒരിക്കലും ഇട്ടേക്കുള്ളൂ. ഞാൻ ആകെ കൂടി ഈ ഗെയിം എടുക്കണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വല്ല അപ്ഡേറ്റ് വരുമ്പോൾ എടുത്ത് നോക്കും, അതിനുവേണ്ടി ഡൗൺലോഡ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പണ്ടേ അങ്ങനെ തന്നെ വൈഫൈ ഒന്നും ഇല്ലാത്തത് പോലും അങ്ങനെ തന്നെ മൊബൈൽ നെറ്റ്വർക്കൊക്കെ വെച്ച് എങ്ങനെയൊക്കെ കയറ്റും. അല്ലെങ്കിൽ MB കളിക്കാൻ വേണ്ടി ഞാൻ എടുക്കും. അല്ലാതെ ഈ ഗെയിം കണ്ടിന്യൂസ്ലി ഇട്ട് കളിക്കൂലേ, അതിത്തിരി എനിക്കിതാണ്. കാരണം അതിൻ്റെ ബാക്കിയൊന്നും വലിയൊന്നും ഇല്ല. MB ആണ് ലെജൻഡ്. VR കൊള്ളടാ, പക്ഷെ അത് ആ ഒരു ഫീൽ ഇല്ലടാ, മനസ്സിലായില്ലേ. നമുക്ക് അത്ര ഈ കണക്റ്റ് ആവൂല. ഓഹോ ഇതൊന്നും ഇതുവരെ പോവില്ലേടാ കുണ്ണേ, നീ ഇതിൻ്റെ അകത്ത് സ്ഥിരമായിട്ടിരിക്കണം. നിൽക്കേ ഇപ്പം ഇത്രയും നേരം ചെയ്താണെങ്കിൽ കോപ്പിറൈറ്റ് തരും കേട്ടോ. ഒരു കുണ്ണ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഓടണ കണ്ട. എന്നെ മാനസികമായിട്ട് ഈ കോപ്പിറൈറ്റ് തന്ന് തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുണ്ണകളെല്ലാം കൂടെ. എവിടെ പോയാലും കോപ്പിറൈറ്റ്. മാഡ് ഔട്ടിൽ മ്യൂസിക് കോപ്പിറൈറ്റ്, കോടത്തിൽ മ്യൂസിക് കോപ്പിറൈറ്റ്, തന്തേരെ കുണ്ണയിൽ കോപ്പിറൈറ്റ് മ്യൂസിക് എന്നാൽ പറഞ്ഞ് എന്നെ കോപ്പിറൈറ്റ് മ്യൂസിക് തന്ന് തളർത്താൻ നോക്കണം. തളരിലൂടെ കുണ്ണ ഞാൻ തളരൂല. എൻ്റെ കുണ്ണ മ്യൂസിക് എനിക്ക് കേൾക്കണ്ട. അതിൻ്റെ കുണ്ണ മ്യൂസിക് റീഫ്രഷാ. എന്തൊരു സാധനം. ഇത് കൊള്ളാം കേട്ടോ. ഇതെന്തൊരു UMB ISO ഫ്യൂൽ ഇട്ടാ ഇതൊക്കെ തോന്നുന്നു അറിയാവുന്നേ. എന്ത് ഇതെന്തോന്നാണ് ഇതൊക്കെ. ഇത് കൊള്ളാമല്ലേ. ഇത് സൂം ഒന്നും ചെയ്യാൻ പറ്റൂലേ. അത്യാവശ്യം കൊള്ളാടാ, മനസ്സിലായി. അത്യാവശ്യം കൊള്ളാം. ഇതൊന്നും കൊള്ളത്തില്ല. ഇതൊക്കെ അത്രയ്ക്കൊന്നും എനിക്ക് ഇത് കൊള്ളൂല. പക്ഷേ ഇത് ഗണ്ണൊക്കെ ഇത് ഗണ്ണൊന്നും എനിക്ക് വേണ്ട. ഈ ക്യാരക്ടറിനെ മതി. ഈ സാധനം എനിക്ക് എന്ന് കിട്ടി, ഇതൊക്കെ എന്ന് 100 ഇതൊക്കെ എന്നെടുക്കാനാണ്. ഇതൊന്നും നടക്കാൻ വള്ളി അടുത്തൊന്നും. എന്തെങ്കിലുമൊക്കെ കിട്ടും, എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റില്ല. അത് മന്ത്രിയെ ഫ്രീ കയറ്റി ഒന്നുമില്ല, ചുമ്മാ തുറക്കാം.
എടാ എനിക്ക് ആ ട്രാൻസ്ഫർമേഴ്സ് ഉണ്ടല്ലോ അവന്മാരാന്ന് കളിക്കണം. അവർ മാച്ച് കളിച്ചു വേണം. BR ആയിരിക്കും മെനക്കേടായിരിക്കും ഒരു BR ആയി കളിക്കാൻ വരുന്നത്. ഇത് എന്തിരി അവന്മാർ ഇത് ട്രാൻസ്ഫർമേഴ്സൊക്കെ എങ്ങനെയാണെന്ന് വരണത് അതൊന്നും എനിക്ക് അറിഞ്ഞും കൂടാ. ബ്ലാക്ക് ഔട്ടിലാണ്, രണ്ടിലും ഉണ്ട്. അത് MB വരില്ല. MB എങ്ങനെയില്ല, MBയിൽ കാണില്ല. പിന്നെ ഇവൻസ് ആണ് നോക്കേണ്ടത്. പക്ഷേ ഇവൻസിൽ ഇങ്ങോട്ടിട്ട് പോയി നോക്കാം. ഈ മൈൽ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ് കാണിക്കണം. അതൊക്കെ എന്തൊരു എക്സ്ചേഞ്ച് അയാൾ എന്ത് കഴിഞ്ഞില്ല. അതൊക്കെ അന്നേ ഉള്ളേ, ഇതൊന്നും തീരൂലേ. ഇതെന്തിൻ്റെ കാലം തോറും ഇത് കിടപ്പുണ്ട് അതിൻ്റെ അകത്ത് എപ്പോഴും. പുതിയ സീസൺ വരെ അതിൻ്റെ അകത്ത് ഒന്നും സീസൺ പാസ് ഇതിൻ്റെ അകത്ത് എന്തിനാ പറയുമല്ലോ സീസൺ പാസ് സീസണൊക്കെ വന്നു ഇതിൻ്റെ അകത്ത്. അയ്യോ എന്ന് ചെയ്യല എൻ്റെ എല്ലാം കൂടെ ലീക്കാവും. ഇതെന്തൊരു എർത്ത്. എടാ എനിക്ക് എർത്തിനെ കിട്ടി. കണ്ടിന്യൂ എന്നെനിക്ക് വേണ്ട. നോക്കാം. എടാ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വരാതിരിക്കുമല്ലോ. സീസൺ 6 എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്. സീസൺ 6 എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്. എൻ്റെ സീസൺ 6 അവർ വലിയ അപ്ഡേറ്റും കൊളാബറേഷനും ചെയ്യാതിരിക്കുമല്ലോ. എൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും കിടക്കണം. നമുക്ക് തപ്പി പിടിക്കാം. ഇത് ഡോക്ടർ സ്ട്രേഞ്ചാ. ഓ ഗണ്ണാ. ഓയ്യോ ഇതിനൊക്കെ ഇനി കോപ്പറേറ്റ് തരുമെന്നാ. അത് ശരി തന്നെ പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇനി കോപ്പറേറ്റ് അടിച്ച് തരുമോ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഇടത്തുനിന്ന് കോപ്പറേറ്റ് വരും നമുക്ക് പറയാൻ പറ്റില്ല. എടാ കൊള്ളാമല്ലേടാ, ലെജൻഡറി സാധനോടാ. കണ്ടാ എൻ്റെ പൊന്നെ. ഓ തീപ്പൂരി ആയിട്ടോടാ. എന്താ ഡബിളി നല്ല സാധനം സെറ്റ് തന്നെടാ. സെറ്റ് സാധനം തന്നെ. എനിക്കൊന്നും പറയില്ല. എന്തെങ്കിലും കണ്ടാ എനിക്ക് ഇത് വരും. കോപ്പറേറ്റ് ടാപ്പ് ടു കണ്ടിന്യൂ ഞാൻ കൊടുത്തില്ല. ആ കടുപ്പിക്കല്ലേ ദൈവത്തോർത്ത് എനിക്ക്. ഇതെന്തിരി ഈതൻ ഫ്രീഡം ഗോളം. എടാ മറ്റില്ല അവനോടെ മറ്റില്ല നമ്മളെ മെയിൻ എന്തിനാ മെയിൻ അണ്ണ ഉണ്ടായിരുന്നില്ല. അവൻ്റെ പേര് നമ്മൾ ട്രാൻസ്ഫർമേഴ്സിലെ മറ്റേ മെയിൻ അണ്ണ ഒപ്റ്റിമസ് പ്രൈം എവിടെടാ? ഒപ്റ്റിമസ് പ്രൈം. പൈസ കൊടുക്കാതെ ഒന്നും തരരുത് ടാ. തോന്നൊക്കെ ഒന്നാണ് എനിക്ക്. ഇതെന്തോ തോന്നുന്നു. അതൊക്കെ എന്താണോ എനിക്ക് മനസ്സിലാവാനില്ല. കൊള്ളാടാ സാധനം ഡബിളിയോടാ. ശരി കിട്ടൂല. ബൈ 1 പൈസ ഇല്ലടാ. പൈസ ഉണ്ടായിരുന്നേ ബൈ 1 ചെയ്യായിരുന്നു. സ്പെൻഡ് 0 മനസ്സിലായില്ലല്ലേ. നോക്കട്ടെ ഇടയിൽ മറ്റേ ഒപ്റ്റിമസ് പ്രൈം എവിടെടാ? ഒപ്റ്റിമസ് പ്രൈമായി അണ്ണൻ എവിടെ? ഗോട്ട് എവിടെ? ഗോട്ട് ഒരെണ്ണം ചെയ്താലോ സ്പിൻ. ഇതെന്തൊരു പർച്ചേസ് എന്തെങ്കിലും മനസ്സിലായില്ലടാ. എന്തിനാണ് പർച്ചേസ് എന്ന് കാണിച്ച്? എൻ്റെ ഇത് പൈസ കൊടുത്താലേ സാധനം കിട്ടും. പിന്നെ ഞങ്ങളെ പർച്ചേസ് ചെയ്യണേ. ഇതെന്തരി? കോപ്പറേറ്റ് തരൂ. എടാ ഇതെന്തൊരു കുണ്ണ. ഇതൊക്കെ എന്തൊരു സാധനം എനിക്ക് തന്നാ? ഇതെന്താടാ കുറേ ഉണ്ട്. ഒന്നും ചെയ്യട്ടെ. എടാ എനിക്ക് മനസ്സിലാവണടാ. സീരിയസ്ലി ചേട്ടാ എനിക്ക് മനസ്സിലാവണില്ല. എന്തൊക്കെ കിട്ടണം കേട്ടാ. ഈ സാധനം ഉണ്ടെങ്കിൽ ഇത് സ്പിൻ ചെയ്യാന്നല്ലേ. എടാ മനസ്സിലായി ചേട്ടാ മനസ്സിലായി. അപ്പം ഗോട്ടിനെ കിട്ടുവാടാ. മരയെ കിട്ടിയോ എൻ്റെ പൊന്നെ. എടാ ഇത് സിക്യൂഷന്. എടാ ഗോട്ട് ലുക്കെന്ന് വെച്ചാൽ കണ്ട. ഗോട്ടെന്ന് വെച്ചാൽ ഗോട്ടുകളാണ്. കണ്ട ഡേ ഒപ്റ്റിമസ് പ്രൈം. എനിക്ക് ഒപ്റ്റിമസ് പ്രൈമിനെ ചെക്കാൻ. അപ്പം ഈ സാധനം കിട്ടാൻ എന്തിനാണ്? കാരണം അമ്മ കളിക്കാൻ വേണ്ടിയിട്ടാണ്ടാ. ചുമ്മാ അല്ല. കളിക്കണം എന്ന് പറഞ്ഞാണ്. കളിക്കണമെങ്കിൽ കളിച്ചാലേ ഇത് കിട്ടും. എടാ സാധനം കൊള്ളാം കേട്ടോ. അത് കൊള്ളാം കേട്ടോ. സമയം കൊള്ളാം. ലാഗ് എന്തിനാ വന്നു? അതായത് ഗൺസ് ഉണ്ട്. ഈ ഗണ്ണൊന്നും നോക്കണ്ട. എടാ ഗെയിമിൻ്റെ അകത്തുണ്ടാ? ഇതെന്തൊരു സാധനം? ലെജൻഡറി. അടുത്ത ലെജൻഡറി കണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എടാ എനിക്കതല്ല. എനിക്ക് ഗെയിമിൻ്റെ അകത്ത് ഈ സാധനം ഉണ്ടാ?
കൊള്ളാടാ, ഇതൊക്കെ എൻ്റെ പൊന്നോ. തീന്ന് വെച്ചാൽ തീ, വേറെ ഒന്നും പറയാനില്ല. പക്ഷെ ഒന്നും കിട്ടൂല. അതേ കൂടുതൽ ഞാൻ കളിക്കാത്ത എനിക്ക് എന്തിനാണിത്? ഞാൻ വല്ലപ്പോഴും എടുത്ത് കളിക്കണതാണ്. മനസ്സിലായില്ലേ? ഇത് റാങ്ക്ഡ് ഇല്ലേ? എടാ ബാറ്റിൽ റോയല്, എടാ ഇവിടെന്ന് പോയും ഇല്ലേ? നീ ഒന്ന് പോവില്ലേടി, ഇവിടെ തന്നെ അങ്ങ് ഇരിക്കുവാണ്. എടാ മാപ്പിൻ്റെ അകത്ത് ട്രാൻസ്ഫർമേഴ്സ് വന്നാടാ, അതാണ് എനിക്ക്. എടാ വന്നില്ല, കണ്ട ഇവിടെ കാണിക്കണേ ഉള്ളൂ. ട്രാൻസ്ഫർമേഴ്സ് വന്നിരുന്നെങ്കിൽ അവന്മാരെ കാണിച്ചേനെ. എടാ മാച്ചിൻ്റെ അകത്തില്ലേടാ, അതെന്താടാ ഈ പരിപാടി? എടാ ടൂർണമെൻറ്റ്, നീ എന്തെന്നെ ടൂർണമെൻറ്റിൽ കൊണ്ടുപോയാലേ നിനക്ക് അടങ്ങുക. ടൂർണമെൻറ്റ് ഞെക്കെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ശല്യം തന്നെയല്ലേ അവനൊക്കെ. ടൂർണമെൻറ്റ് കുണ്ണേന്ന് പറഞ്ഞുകൊണ്ട്. ഓ ഇനിയെങ്കിലും സമാധാനം തരൂ. കൊള്ളാം, ഓക്കെ കൊള്ളാം, മോശമെന്ന് പറയില്ല, പക്ഷെ ഓക്കെ കുഴപ്പമൊന്നുമില്ല.